ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3rd സെമിസ്റ്ററിലെ പദ്യവിഹാർ എന്ന ബുക്കിലെ കബീർദാസിൻ്റെ ദോഹയാണ്. നമുക്ക് ആദ്യമായിട്ട് കബീർദാസിനെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെടാം. കബീർദാസ് എന്ന് പറയുന്നത് വാരണാസിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ലോയി എന്നാണ്. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. ഒന്ന് കമാൽ, പിന്നെ ഒന്ന് കമാലി. അങ്ങനെ 2 മക്കളാണുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് രാമാനന്ദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഗ്രന്ഥമാണ് ബീജക്. അദ്ദേഹം ഒരു നിർഗുൺ ഭക്തിശാഖ കവിയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പർട്ടിക്കുലർ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രൂപമില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇനി നമുക്ക് ദോഹയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ദോഹയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സദ്ഗുരു കി മഹിമ അനന്ത്, അനന്ത് കിയ ഉപകാർ, ലോചൻ അനന്ത് ഉക്കടിയ, അനന്ത് ദിക്കാവൺഹാർ. സദ്ഗുരുവിൻ്റെ മഹത്വം അനന്തമാണ്, എന്ന് വെച്ചാൽ അന്ത്യമില്ലാത്തതാണ്. സദ്ഗുരുവിൻ്റെ മഹത്വം അന്ത്യമില്ലാത്തതാണ്. അനന്ത് കിയ ഉപകാർ, അദ്ദേഹം അനന്തമായ ഉപകാരങ്ങൾ ചെയ്തു. എന്ന് വെച്ചാൽ അതിന് അന്ത്യമില്ലാത്ത അത്രയും ഒരുപാട് ഉപകാരം ചെയ്തു. ലോചൻ അനന്ത് ഉക്കടിയ, ലോചൻ എന്ന് പറഞ്ഞാൽ കണ്ണ്, അദ്ദേഹം കണ്ണ് തുറന്നു തന്നു എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. അനന്ത് ദിക്കാവൺഹാർ, അനന്ത് ദിക്കാവൺഹാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനന്ത് എന്ന് പറയുന്നത് ഈശ്വരനെയാണ്. ഈശ്വരൻ്റെ ദർശനം തന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ താഴെ ഭാവാർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സദ്ഗുരുവിൻ്റെ മഹിമ എന്ന് പറയുന്നത് മഹത്വം അനന്തമാണ്, അന്ത്യമില്ലാത്തതാണ്. അദ്ദേഹം ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നു. എന്ന് വെച്ചാൽ ഈശ്വരൻ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ, അല്ലെങ്കിൽ ഗുരു നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നു. അദ്ദേഹം എൻ്റെ ജ്ഞാൻ ചക്ഷു പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു എന്നാണ് പറയുന്നത്. മുझे അനന്ത് കി ദർശൻ കർ ദിയ, എനിക്ക് ഈശ്വരൻ്റെ ദർശനം തന്നു. അതാണ് ആദ്യത്തെ ദോഹയിൽ പറയുന്നത്. ഗുരുവിൻ്റെ മഹത്വം അല്ലെങ്കിൽ ഈശ്വരൻ്റെ മഹത്വത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്ത ദോഹ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാത് സമുദ്ര കി മസി കരോ ലേഖിനി സബ് ബൻറായി, സബ് ധർത്തി കാഗത് കരോ പ്രഭു ഗുഡ് ലിഖ ന ജായി. ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, 7 സമുദ്രം 7 സമുദ്രങ്ങളും മഷിയായിട്ട്, മസി പറഞ്ഞു കഴിഞ്ഞാൽ മഷിയായിട്ട് എടുക്കുക. ലേഖിനി സബ് ബൻറായി, ലേഖിനി പറഞ്ഞാൽ പെൺ, ബൻറായി എന്ന് പറഞ്ഞാൽ വനം അല്ലെങ്കിൽ കാട്. അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ കാടുകളും നമ്മൾ ഒരു പെണ്ണായിട്ട് സങ്കല്പിക്കാം. സബ് ധർത്തി കാഗത് കരോം, ധർത്തി പറഞ്ഞാൽ ഭൂമിയെ കാഗത് കടലാസായിട്ട് എടുത്തു. ഈ ഭൂമിനെ മുഴുവനായിട്ട് നമ്മൾ കടലാസായിട്ടും എടുത്തു. പ്രഭു ഗുൺ ലിഖാന ജായി, ഇപ്പോൾ നമ്മൾ 7 സമുദ്രത്തിനെ മഷിയായിട്ടും എല്ലാ വനങ്ങളെയും കാടുകളെയും നമ്മൾ പെന്നായിട്ട് എടുത്ത്, ഈ ധർത്തി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കടലാസായിട്ട് എടുത്ത്, ഭൂമിനെ കടലാസുമായിട്ട് എടുത്ത് എഴുതിയാൽ പോലും ഗുരുവിൻ്റെ മഹത്വം, ഗുരുവിനെ കുറിച്ചിട്ടുള്ള ഗുണം എഴുതി തീരില്ല എന്നാണ് പറയുന്നത്. അത്രയൊക്കെ ഉണ്ടായാൽ പോലും നമുക്ക് എഴുതി തീരാൻ പറ്റാത്ത അത്രയും ഗുണങ്ങളാണ് ഗുരുവിനുള്ളത് എന്നാണ് പറയുന്നത്. അടുത്ത ദോഹയിൽ എന്താണ്, ജാക്കെ മോഹ് മാതാ നഹി നാഹി രൂപ് കുരൂപ്, പുഹൂബ് ബാസ്തോ പാത്ര ഐസാ തത്വ അനൂപ്. ജാക്കെ എന്ന് പറയുമ്പോൾ ആർക്കാണോ മൂഹ് മാതാ നഹി, മൂഹ് പറഞ്ഞാൽ മുഖം, മാതാ പറഞ്ഞാൽ നെറ്റി, ആർക്കാണോ മുഖവും നെറ്റിയും ഇല്ലാത്തത്, നാഹി രൂപ് കുരൂപ്, രൂപവും ഇല്ല കുരൂപവും അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല രൂപം ചീത്ത രൂപം എന്നർത്ഥം. പുഹൂബ് ബാസ്തോ പാത്ര, ബാസ്തോ പാത്ര, പുഹൂബ് പറഞ്ഞാൽ പുഷ്പം, പുഹൂബ് ബാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുഷ്പത്തിൻ്റെ സുഗന്ധം. പാത്ര പറഞ്ഞു കഴിഞ്ഞാൽ നേർത്തത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയില്ലാത്തത് എന്നർത്ഥം. ഐസാ തത്വ അനൂപ്, അപ്പോൾ എന്താ പറയുന്നത്, ആർക്കാണോ മുഖവും നെറ്റിയും ഇല്ലാത്തത്, രൂപവും കുരൂപവും ഇല്ലാത്തത്, പുഷ്പഗന്ധത്തെക്കാട്ടിലും നേർത്തമായത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു അനുപം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഉപമിക്കാൻ പറ്റാത്തത്, അനുപമമായിട്ടുള്ള ഉപമിക്കാൻ പറ്റാത്ത ഒരു തത്വമാണ് ഈശ്വരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരനെ പറ്റി വർണ്ണിക്കുകയാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖവും നെറ്റിയില്ലാത്ത, രൂപവും കുരൂപവും ഇല്ലാത്ത, അതുപോലെ പുഷ്പഗന്ധത്തിനെക്കാട്ടിലും നേർത്തതായ ഒരു ഉപമിക്കാൻ പറ്റാത്തൊരു തത്വമാണ് ഈശ്വരൻ എന്നാണ് പറയുന്നത് കബീർദാസ് ഇവിടെ. ഓക്കെ, ഇനി കബീർദാസിൻ്റെ 4ാമത്തെ ദോഹയിൽ എന്താ പറയുന്നത്, സുഖിയ സബ് സംസാർ ഹേ ഗാവേ അരു സോവേ, ദുഃഖിയ ദാസ് കബീർ ഹേ ജാഗേ അരു രോവേ. എന്താ പറയുന്നത്, സുഖിയ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം,
ഇപ്പോൾ സംസാർ പറഞ്ഞാൽ ലോകം. അപ്പോൾ ലോകത്തിലെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഗാവേ അരു സോവേ, കഴിക്കുന്നുണ്ട്, അതുപോലെ ഉറങ്ങുന്നുമുണ്ട്. ദുഃഖിയ ദാസ് കബീർ ഹേ, കബീർ ദാസ് ദുഃഖത്തിലാണ്. ജാഗെ അരു രോവേ, ഉണർന്നിരിക്കുക. ജാഗെ പറഞ്ഞു ഉണർന്നിരിക്കുക, അദ്ദേഹം ഉണർന്നിരിക്കുകയാണ്, അതുപോലെ തന്നെ കരയുകയുമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കബീർദാസ് സ്വയം അദ്ദേഹത്തെ ഈ ലോകത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, ലോകത്തിലുള്ള എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്, അവർ കഴിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കബീർദാസ് എന്ന് പറയുന്നത് അദ്ദേഹം വളരെ സങ്കടത്തിലിരിക്കുകയാണ്, അദ്ദേഹം ഉണർന്നിരിക്കുകയാണ്, അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ അദ്ദേഹം കരയുകയാണെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ദോഹയാണ്. പ്രേം ന ബാണ്ടി ഉപജയ്, പ്രേം ന ഹാട്ട് ബിക്കായ്, രാജ പ്രജ ജിഹീം രുചി സിസ് ദേയി ലേ ജായ്. എന്താ പറയുന്നത്, പ്രേം പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, പ്രേമം. അത് ബാണ്ടി ഉപജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലിലുണ്ടാകില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ പ്രേമം എന്ന് പറയുന്നത് ന ബാണ്ടി ഉപജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമം ഒരിക്കലും വയലിലുണ്ടാകില്ല, വയലിലുണ്ടാകുന്നൊരു സംഭവമല്ല. പ്രേം ന ഹാട്ട് ബിക്കായ, ന ഹാട്ട് ബിക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന, കടയിൽ വിൽക്കാൻ വെക്കുന്ന സാധനമല്ല. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് വയലിലുണ്ടാവുന്നതും അല്ല, കടയിൽ വിൽക്കാൻ വെക്കുന്ന സാധനവുമല്ല. രാജ പറഞ്ഞാൽ രാജാവ്. പ്രജ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രജ. ജിഹീം രുചി, ഇപ്പോൾ രാജാവായാലും പ്രജയായാലും സീസ് ദേയി ലേ ജായേ. അപ്പോൾ എന്താ പറയുന്നത്, രാജാവായാലും പ്രജയായാലും സ്വന്തം ജീവൻ കളഞ്ഞും അത് നേടാൻ ശ്രമിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ പ്രേമം എന്ന് പറയുന്നത് വയലിലുണ്ടാവുന്ന ഒന്നുമല്ല, കടയിൽ നിന്ന് കടയിൽ വിൽക്കാൻ വെക്കുന്ന ഒന്നുമല്ല. അതിപ്പോൾ രാജാവായാലും പ്രജയായാലും രണ്ടുപേർക്കും ഒരുപോലെ തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും സ്വന്തം ജീവൻ കളഞ്ഞും സ്വന്തം ജീവൻ ത്യജിച്ചും അത് നേടാൻ ശ്രമിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ദോഹ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദോഹ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.